ഭൂമിയിൽ താപനില ഉയരുകയാണെന്ന് മുന്നറിയിപ്പുകൾ വന്നു തുടങ്ങിയിട്ട് കാലങ്ങൾ ഏറെയായി. എന്നാൽ താപവർദ്ധനവ് പ്രത്യക്ഷത്തിൽ അനുഭവപ്പെട്ടു തുടങ്ങിയ ഒരു വർഷമാണ് 2024 എന്ന് പറയാം. ലോകമെമ്പാടുമുള്ള ഹിമാനികൾ ഉരുകുമ്പോൾ ഗൾഫ് നാടുകളിൽ അതിശക്തമായ മഴ പെയ്യുന്നുണ്ട്. അതേസമയം ഇന്ത്യയിൽ വേനൽ മഴ കുറയുകയും അതിശക്തമായ വരൾച്ചയും ശുദ്ധജലക്ഷാമവും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലോകമെങ്ങുമുള്ള താപവ്യതിയാനം ഏറെ ശക്തമാണെന്ന് കാലാവസ്ഥാ ശാസ്ത്രജ്ഞരും പറയുന്നു. ഇതിനിടെയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വേഗത്തിൽ താപനില ഉയരുന്നത് യൂറോപ്യൻ ഭൂഖണ്ഡത്തിലാണെന്ന് പഠനങ്ങൾ പുറത്തുവരുന്നത്. ആഗോള താപനിലയിലെ താരതമ്യം ചെയ്യുമ്പോൾ യൂറോപ്പിൽ ഇരട്ടി വേഗത്തിലാണ് താപനില ഉയരുന്നത് എന്നാണ് പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. കാറ്റ്, സൗരോർജ്ജം, ജലവൈദ്യുതി തുടങ്ങിയ പുനരുപയോഗ വിഭാഗങ്ങളിലേക്ക് യൂറോപ്പ് എത്രയും വേഗത്തിൽ മാറണമെന്നും ഇതിനായുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിക്കണമെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞ 5 വർഷത്തെ ലോക താപനിലയായ 1.3 ഡിഗ്രി സെൽഷ്യസുമായി താരതമ്യപ്പെടുത്തുമ്പോൾ യൂറോപ്പിൽ ഇത് 2.3 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് ലോകം ചൂടാകുന്നതിനേക്കാൾ ഇരട്ടി വേഗത്തിൽ യൂറോപ്പ് ചൂടാകുന്നുവെന്ന് വേണം പറയാൻ. 2015 പാരീസ് കാലാവസ്ഥാ ഉച്ചകോടിയിൽ മുന്നോട്ട് വെച്ച 1.5 ഡിഗ്രി സെൽഷ്യസായി ആഗോള താപനം പരിമിതപ്പെടുത്തണമെന്ന ആവശ്യം ഇതോടെ വീണ്ടും ശക്തമാവുകയാണ്. ഈ ഏപ്രിൽ മാസം ആദ്യ ആഴ്ചയിലാണ് യൂറോപ്പിന്റെ ഭാഗമായ റഷ്യയിലെ യുറൽ പർവ്വതനിരയിലെ മഞ്ഞുരുകിയതിന് പിന്നാലെ ഏറ്റവും വലിയ നദിയായ യുറാൻ നദി കരകവിഞ്ഞ് നൂറുകണക്കിന് ആളുകൾ മരിച്ചത്. മഞ്ഞുരുകിയത് താപനിലയിലുണ്ടായ വർധനവ് മൂലമാണ്. ചൂട് കൂടുന്നത് മനുഷ്യരുടെയും മറ്റ് ജീവജാലങ്ങളുടെയും ജീവന് തന്നെ ഭീഷണിയാകുമെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. താപനില ഉയരുന്നതിന് പിന്നാലെ വരൾച്ച, കാട്ടുതീ, കൊടുങ്കാറ്റ്, പ്രളയം എന്നിവയ്ക്കുള്ള സാധ്യത കൂടുതലാണ്. ഇത്തരം പ്രകൃതിക്ഷോഭങ്ങളിൽപ്പെട്ട് മരിക്കുന്നവരുടെ എണ്ണത്തിലും വലിയ വർധനവാണ് അടുത്ത കാലത്തായി രേഖപ്പെടുത്തുന്നതെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.